നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് അവിചാരിതമായിട്ട് ഒരു സിനിമയുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു മുഖാമുഖം പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. അത് പ്രവാസി മലയാളികൾക്കിടയിൽ രണ്ടാം തലമുറ സിനിമയുമായി ബന്ധപ്പെട്ട്, അതായത് സ്വിറ്റ്സർലൻഡിൽ, ജർമ്മനിയിൽ, വിയന്നയിൽ, ഇങ്ങനെ 3 രാജ്യത്ത് ഉൾപ്പെട്ട ത്രിമൂർത്തികളാണ് ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഈ സിനിമയുടെ പേര് തന്നെ ത്രിലോക എന്നാണ്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ ഇതെന്താ ത്രിലോക, ഇത് 3 ലോകങ്ങളുമാണോ എന്നുള്ളൊരു സംശയം തന്നെ അവിടെ ഉടലെടുക്കുന്നുണ്ട്. വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരു പേരോടുകൂടി തന്നെ സിനിമ വരുന്നത് അത് ആദ്യമല്ല എങ്കിൽ പോലും പ്രവാസികളുടെ ഇടയിൽ ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്ന ജനുവരി അവസാനം ഇത് റിലീസായി ഇപ്പം തിയേറ്ററിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ വിശദാംശങ്ങള്, അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഈ ത്രിമൂർത്തികൾ ഇന്ന് എന്റെ പ്ലാറ്റ്ഫോമിൽ പ്രവാസി ഓൺലൈൻ ഇരിക്കുന്നത്. ഈ മുഖാമുഖം പരിപാടിയിലേക്ക് മൂവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഒന്ന് പരിചയപ്പെടുകയാണ്. ആരാണ് തുടങ്ങുന്നത്? സംവിധായകനാണോ? സംവിധായകൻ തന്നെ തുടങ്ങട്ടെ. സൃഷ്ടാവ് തന്നെ തുടങ്ങട്ടെ അല്ലേ? ആയിക്കോട്ടെ. അപ്പം ഞാൻ രാജേഷ് ജെയിംസ് പള്ളിവാതിക്കൽ. ഞാനാണ് സിനിമന്റെ റൈറ്റർ ആൻഡ് ഡയറക്ടർ. ബാക്കിയുള്ളവർ ബാക്കി പറഞ്ഞു. എവിടെയാണ്? ജർമ്മനിലല്ലേ? ഞാൻ സ്വിറ്റ്സർലൻഡില് ബാസൽ ഇവിടെ അതന്നെ ലൈഫ് ലോങ് ബാസലിൽ തന്നെയായിരുന്നു. തന്നെ ഇപ്പം വർക്ക് ചെയ്യുന്നു. സൈഡില് ഇപ്പൊ ഒരു സിനിമയും ചെയ്തു. ഓക്കെ, നല്ല കാര്യം. അടുത്തത് ജയം. എന്റെ പേര് റോബിൻ ഫിലിപ്പ്. 20 ബാസലിലാണ് ജനിച്ചു വളർന്നത്. കുറച്ചുനാൾ നാട്ടിലുണ്ടായിരുന്നു. ഒരു 3-4 കൊല്ലം ജർമ്മനിയിലുണ്ടായിരുന്ന ഈയിടെ മരിച്ചുപോയ തങ്കച്ചൻ ജോൺ പുളിമുട്ടിലിന്റെ അടുത്താണ് നാട്ടില് വളർന്നത്. പുള്ളി എന്റെ തലയോട്ടപ്പനായിരുന്നു. ചങ്ങനാശ്ശേരി. അത് തന്നെ. അത് കഴിഞ്ഞ് ഒരു 92-93 സമയത്ത് നാട്ടിൽ നിന്ന് തിരിച്ച് പിന്നെയും വന്നു. ഈ സിനിമയുടെ ത്രിലോകയുടെ രാജേഷിന്റെ കൂടെ ത്രിലോകയ്ക്ക് വേണ്ടി ഒരു ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷന്റെ സൈഡിൽ മേൽനോട്ടം വഹിക്കാനായിട്ട് ആദ്യം മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞ് കൂട്ടുകാരും കൂടെ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഈ സിനിമയിൽ ഒരു ചെറിയ റോളും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൊ ത്രിലോകയുടെ ഭാഗമായിട്ട് എന്റെ സൈഡിൽ നിന്നുള്ള ഇൻവോൾവ്മെന്റ്. അടുത്ത സൂരജാണ്, പറഞ്ഞോളൂ. എന്റെ പേര് സൂരജ് മണ്ണഞ്ചേരി. ഞാനും ബാസലിൽ നിന്നാണ്, സ്വിറ്റ്സർലൻഡില്. നാട്ടിൽ നിന്നിട്ടില്ല. ഈ ത്രിലോക സിനിമയുടെ ഫൗണ്ടേഷനായ രാജേഷും റോബിന്റെയും കൂട്ടുകാരൻ എന്ന പേരിൽ ഒരു കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു റോൾ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ പടത്തിൽ ഒരു വേഷം അഭിനയിക്കാൻ പറ്റി. അങ്ങനെ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഇവിടെ ഇന്റർവ്യൂവിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം. നമ്മുടെ പ്രവാസി മലയാളികൾക്കിടയിൽ സിനിമ നിർമ്മിക്കുന്നവരല്ല, സിനിമ എഴുതുന്നവര് അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടവര് തുലവും കുറവാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ജനറേഷൻ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ പേരിപ്പം ആകൃഷ്ടരാകുന്നു. അതിന്റെ ഒരു വശം ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്കൊന്ന് വരാനുണ്ടായ കാരണം? ഞാൻ വേണം പറയാം. ഞങ്ങൾ കുറച്ചു നാളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്വിറ്റ്സർലൻഡിൽ അറിയാവുന്ന കുറെ പേര് സിനിമാ മേഖലയിൽ പലതായിട്ട് ഇങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ്സ് ചെയ്യുന്നതായിട്ട്, എസ്പെഷ്യലി രാജേഷ്. എനിക്കൊന്നും അല്ലടാ, ഒരു 10 കൊല്ലം മുമ്പ് ആദ്യത്തെ ഷോർട്ട് ഫിലിംസുകളൊക്കെ ചെയ്തു. ഇവിടുത്തെ ഫെസ്റ്റിവൽസിനൊക്കെ സബ്മിറ്റ് ചെയ്യുകയും അവിടെ പ്രൈസ് ചെയ്യിക്കുകയും. അപ്പൊ ഞങ്ങൾക്കിങ്ങനെ 2-3 പേരുണ്ടെന്ന് അന്ന് തൊട്ടേ ഉണ്ട്. അവരിങ്ങനെ സിനിമാ മേഖലയെ പഠിച്ചു വരുന്നത്. അപ്പോൾ അത് ഇത്തിരി കൂടി ഈയിടെ എന്നിട്ട് ഞങ്ങള് കുറച്ചാൾ മുമ്പ് ഇതിനെപ്പറ്റി സംസാരിച്ചു വന്നപ്പോ ഇങ്ങനെ നമുക്ക് പല മേഖലകൾ ഇവിടെ തന്നെ പഠിച്ചിറങ്ങി വന്ന പിള്ളേരുണ്ട്, സിനിമാ പ്രേമികളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ആദ്യം ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതി അതിനൊരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചത്. കാരണം ഇതുവരെ മലയാളമായിട്ട് അങ്ങനെ ടച്ച് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ പഠിച്ച എക്സ്പെർട്ടീസുമായിട്ട് ചിലപ്പോ നാട്ടിലുള്ള ഒരു നെറ്റ്വർക്കുമായിട്ട്, അത് നാട്ടിലൊരു നെറ്റ്വർക്ക് ഞങ്ങൾ കുറച്ചാൾ മുമ്പ് ഇങ്ങനെ പതുക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് വേറൊരു പ്രോജക്റ്റ്. കാരണം ഞാനും സൂരജും ഒക്കെ ആയിട്ട് ഒരു പ്രോജക്റ്റിന്റെ പുറകെ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഈ ഡിസ്ട്രിബ്യൂഷൻ OTT സംഭവത്തിന്റെ കാര്യത്തിൽ. അങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നപ്പോ ഇത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് ഗുണകരമാവുമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെയാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പ് ആ ഒരു ആദ്യത്തെ സംസാരത്തിൽ തുടങ്ങിയത് ഞങ്ങളിപ്പോ
ഫൈനലി തിയേറ്ററിൽ വന്നപ്പോ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം അത് അങ്ങനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് അതിന്റെ ഒരു ജേർണി എന്തുമാത്രമാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ അതൊന്ന് സിനിമ തീർക്കാനും തിയേറ്ററിൽ കൊണ്ടുവരാനും അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. അതും എല്ലാരും പല വേറെ കോർപ്പറേറ്റ് ജോബ്സിലൊക്കെ 100% ജോലികളിലും ഫാമിലിയും ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് സംഭവം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ഡൗട്ടുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ വി വർ ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. എത്ര കാലം എടുത്തതൊന്ന് പൂർത്തീകരിക്കാൻ? 3 കൊല്ലം മുമ്പ് സംസാരിച്ചു തുടങ്ങിയ ഞങ്ങൾ ഒരു 2 കൊല്ലം മുമ്പല്ലേ നമ്മള് ബേസിക്കലി 2023 തുടക്കത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് October 23 ആദ്യത്തെ ഷൂട്ടിംഗ് നടന്ന്, ലാസ്റ്റ് ഷൂട്ടിംഗ് December 24 നടന്ന്, പിന്നെ 1 വർഷത്തോളം എഡിറ്റിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ആയിട്ട് അങ്ങനെ മൊത്തത്തില്. അതെ. അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് എവിടെയൊക്കെയാ നടന്നത്? ഷൂട്ടിംഗ് ഞങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളൊക്കെ തന്നെയായിരുന്നു, സ്വിറ്റ്സർലൻഡിൽ തന്നെ. അത് തന്നെ. അതിപ്പം സാധാരണ ഒരു ബാസില്, സൂറിച്ച്. അതുപോലെ നാടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഷൂട്ടിംഗ് ഇതിനകത്തുണ്ട്? ഒരു ദൃശ്യങ്ങൾ ഉണ്ടോ? ദൃശ്യം എന്ന് പറയാൻ ദൃശ്യങ്ങളായിട്ട് ഇല്ല. അതിപ്പം ഞങ്ങളാണെങ്കിൽ അതിന്റെ ടോപ്പിക്ക് ഞങ്ങൾ ഫുൾ ബേസ് ചെയ്തേക്കുന്നതും സെക്കൻഡ് ജനറേഷൻ മലയാളീസിനെ ലൈഫിനെ കുറിച്ചാണ്. അത് ഞങ്ങളെ പോലെ ഒരു എന്താ പറയുക, ഒരു 35 to 40 ഇയേഴ്സ് ഏജ് ഉള്ള സെക്കൻഡ് ജനറേഷൻ. അപ്പൊ നമ്മൾ രണ്ട് ലോകം തമ്മിലുള്ള, അതാണെങ്കിൽ ഒന്ന് നമ്മൾ കോർഡിനേറ്റ് ചെയ്തു പോകുന്ന കൾച്ചർ, അതുപോലെ നമുക്ക് സ്വയം പിള്ളേരാകുമ്പോഴത്തേക്കും നമ്മൾ പല വാല്യൂസും, ഇപ്പം നാട്ടിലത്തെ നമ്മുടെ പാരന്റ്സ് നമുക്ക് തന്നിക്കുന്ന നാടിന്റെ വാല്യൂസ്, അതിലെന്തൊക്കെ നമ്മൾക്ക് മക്കൾക്ക് വൈത്ര കൊടുക്കും, ഇവിടെ ഷ്വൈറ്റ്സിലെ അല്ലെങ്കിൽ വെസ്റ്റിലെ എന്തൊക്കെ വാല്യൂസ് നമ്മൾ പിള്ളേർക്ക് കൊടുക്കും എന്നുള്ള, അതൊക്കെയാണ് മൊത്തത്തിൽ. അപ്പൊ 2 ലോകത്തിന് നടുക്ക് നിൽക്കുന്ന ഞങ്ങളുടെ ഒരു ജനറേഷന്റെ 2-3 കഥകൾ. അതാണ്. അതുകൊണ്ടാണ് ത്രിലോക എന്ന പേര് വന്നത്. അതെ, ത്രിലോക എന്ന് പറഞ്ഞത് ബേസിക്കലി ഒരു അന്തോളജി മൂവി പോലെയാണ്. 3 എപ്പിസോഡ് ഉണ്ട്. 3 എപ്പിസോഡിന് അങ്ങനെ സ്വർഗ, ഭൂമി, പാതാള, അതാണ് എടുത്തേക്കുന്നത് ത്രിലോക. പിന്നെ 3 എന്നുള്ള ഒരു സാളിന് പല അർത്ഥങ്ങളുണ്ട് ഫിലിമില്. 3 എപ്പിസോഡ്, ഓരോ എപ്പിസോഡും 3 ആക്ട് പ്ലേ പോലെയാണ്. പിന്നെ ഈ 3 ജനറേഷൻ എന്റെ കഥകൾ, അങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട് ത്രിലോകയില്. അതെ. അപ്പൊ ഈ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ത്രെഡ് വന്നു, അത് നിങ്ങൾ ചർച്ച ചെയ്ത് വിപുലീകരിച്ചൊരു സിനിമയ്ക്കുള്ള എല്ലാ ചേരുവകളും കൊണ്ടുവരികയായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ദിവസം നാട്ടിൽ ഞങ്ങള് ഷൂട്ട് ചെയ്തായിരുന്നു. അത് ഒരു ദിവസത്തെ സംഭവം ഉണ്ടായിരുന്നു. ദൃശ്യം എന്ന നാട്ടിൽ നിന്ന് പറയാൻ ഒരു ദിവസത്തെ ഒരു ക്യാമിയോ. അല്ല, അത് മതി. ഇപ്പം അന്താരാഷ്ട്ര ഫിലിമായില്ലേ. അതെ, യൂറോപ്പായി, ഇന്ത്യ അല്ല കേരളമായി, അപ്പം ഒരു ഇന്റർനാഷണലായി, കണക്ഷനായി. അതുപോലെ ഇതിന്റെ കഥ എനിക്ക് വന്ന രാജേഷിന്റെ അല്ലേ? കഥ, തിരക്കഥ, സംഭാഷണവും രാജേഷ് തന്നെയാണോ അതോ? അതെ, ഞാനും പിന്നെ സ്ക്രിപ്റ്റിന് ഞാനും എന്റെ വൈഫും വിജി ഞങ്ങൾ ഒരുമിച്ച് അത് ചെയ്തത്. ഇത് ആദ്യത്തെ സംരംഭമാണെന്നല്ലേ പറഞ്ഞു? അതെ. അപ്പൊ അതിന്റെ മറ്റ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഉള്ള അറിവ് അതെങ്ങനെയായിരുന്നു? അതോ നമ്മൾ അതുമായിട്ട് ഇവിടെ ഏതെങ്കിലും വേറെ ടച്ച് അതുമായിട്ടുണ്ടായിരുന്നു? നമ്മളിപ്പോ ഒരു സിനിമ കൊമേഴ്ഷ്യലായിട്ട് എടുക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും, ഇപ്പം തിയേറ്ററിൽ വരുന്ന അല്ലെ OTT വരുന്ന അല്ലെ, ആ ഒരു ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ മലയാളം സിനിമ ഇറങ്ങിയിട്ട് 50 കൊല്ലത്തിൽ കൂടുതലാകുന്നു. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് സിനിമാ ലോകത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയ കടല് പോലെ കിടക്കുന്നു. അതിലെ ഒരു കച്ചിച്ചുറുമ്പ് പോലെ നമ്മൾ നിന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം എവിടെ നിന്നെല്ലാം ശേഖരിക്കേണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ ക്രോഡീകരിച്ചു എന്നാ ഞാൻ ചോദിച്ചു. അത് എസ്പെഷ്യലി സിനിമയോടുള്ള, അതായത് സിനിമാ മേഖല നാട്ടിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അതിന്റെ ഒരു സ്വഭാവം, ഒരുമാതിരി അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോ എന്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ റോബിൻ ആയിരുന്നു അതിനകത്ത് മുൻകൈ എടുത്തല്ലേ. അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് നാട്ടിൽ മലയാള സിനിമ നടക്കുന്നതിന്റെ ഒരു സ്വഭാവവും ആൾക്കാരുമായിട്ട് നേരത്തെ ബന്ധപ്പെടാൻ തോന്നി. ഞാൻ രാജേഷ് ആദ്യം ഇതിന്റെ ഒരു ലോഗ് ലൈൻ ആണെങ്കിലും തന്നപ്പോൾ നല്ല 1 ലൈനർ, ഞാൻ ഇതൊക്കെ ആയിട്ട് ഈ കഥകളുടെ ത്രെഡുമായിട്ട് ഞാനൊന്ന് നാട്ടില് 1-2 ഡയറക്ടർമാര് ഞങ്ങൾക്ക് കുറച്ചു പേരുണ്ടായിരുന്നു ഇവിടെ ഹെൽപ്പിനായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ ഒരു നൂലിട്ട് തന്ന ഇവിടുത്തെ ഒരു കേരള റെസ്റ്റോറന്റ് ഓണർ എന്ന് പണ്ട് പറയുന്ന ഒരു സൂരജ് കോച്ചേരിയിൽ കുട്ടനങ്ങളിൽ നിന്ന് ഞങ്ങളെ, എനിക്കറിയാം. അതെ,
പുള്ളി ഞങ്ങൾക്ക് ഒരാളുടെ ഒരു കോണ്ടാക്ട് തന്നു. എന്നിട്ട് അവിടെ തുടങ്ങിയത്. അവിടുന്ന് പലരായിട്ട് പലരുടെ കോണ്ടാക്ടുകൾ ഇങ്ങനെ ശേഖരിച്ചു. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയപ്പോ രാജേഷ് ആദ്യം എനിക്ക് എഴുതി തന്ന ഒരു വൺ ലൈനർ എല്ലാ കഥകളുടെയും ഇതുമായിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റി. അവരോട് പോയി എന്റെ ഒരു സ്വഭാവം, ഈ സിനിമ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ കഥയുടെ ഒരു സ്വഭാവം ചോദിച്ചറിയാനും പറ്റി. അവരുടെ അഭിപ്രായം എടുത്തു. കാരണം നമ്മൾ പ്രവാസികളുടെ കഥ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്, നമ്മുടെ നാട്ടിലെ മലയാളികൾ അതെങ്ങനെ ഉൾക്കൊള്ളും. അപ്പൊ പിന്നെ പക്ഷെ അവര് പറഞ്ഞ നിങ്ങൾ അതിനെപ്പറ്റി ബോധഡാവണ്ട, നിങ്ങൾക്ക് പറയാനുള്ള കഥകൾ പറയുക. അങ്ങനെ ആ ഒരു കോൺഫിഡൻസ്, ഒരു ബൂസ്റ്റ് അവര് തന്നു നമുക്കല്ലേ. അവര് തന്നു. ഓഫ് കോഴ്സ് അതിപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കൈ പൊള്ളുന്ന രീതിയിൽ വലിയ സംഭവമല്ല ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് അവർക്കും അവിടെ തോന്നിയത്. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്ന, എന്നാലും നിങ്ങളുടെ അവിടുത്തെ കഥകൾ പറയുവാണെങ്കിൽ. പിന്നെ ഇതിന്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ ആൾക്കാരിൽ എത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങളിപ്പോ ചെയ്ത ഒരു സംഭവം, നമ്മളിപ്പോ ആദ്യം ഫോക്കസ്ഡ് ഓൺ യൂറോപ്പ്. ഞങ്ങൾ ആദ്യം സ്വിറ്റ്സർലൻഡ് റിലീസ് ചെയ്തു, ജർമ്മനി, UK ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് എങ്ങനെയുണ്ട് ഈ സിനിമ റിസീവ് ചെയ്യുന്ന, അവരെങ്ങനെ പെർസീവ് ചെയ്യുന്ന അറിയാനുള്ളതും കൂടെ ഈ ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റിൽ ഒന്ന് ആലോചിക്കാം, അതിനി വേറെ രാജ്യങ്ങളിൽ വേണോ. നാട്ടിലെ കാര്യമാണേലും നാട്ടിൽ റിലീസ് ചെയ്യുന്നതിനും ഒത്തിരി പേപ്പർ വർക്ക് ഉണ്ട്, ഒത്തിരി രജിസ്ട്രേഷൻ ഉണ്ട്. ഇതെല്ലാം അറിയാം സംഭവം എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പൊ മനസ്സിലായില്ല, അതെല്ലാം പഠിച്ചു. പക്ഷെ അത് വേണോ വേണ്ടയോ എന്നുള്ളത്, കാരണം സിനിമയ്ക്ക് ഒരു ഫെസ്റ്റിവൽ മൂഡ് ഇതുകൊണ്ട്, അതുകൊണ്ട് നമുക്കറിയണം എന്തുമാത്രം അത് ഫീസിബിൾ ആയിരിക്കും ശരിക്കും നമ്മൾ നാട്ടിൽ തെറ്റി കളിക്കാൻ അതിനുവേണ്ടി ഓടുന്നതിന്റെ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടുത്തെ ഒന്ന് സംഭവം ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് ആലോചിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വന്നതും പല നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് ഇപ്പൊ രാജേഷിനും ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സിനിമാ മേഖലയിൽ നിന്ന് പഠിച്ചു വന്ന പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരും അവരുടെ അടുത്തു നിന്ന് ഞങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു, കൂടുതലായിട്ട് ലഭിച്ചല്ലേ. അത് തന്നെ. അപ്പോൾ മലയാള സിനിമയുടെ സ്വഭാവം എനിക്കും എന്റെ കൂട്ടുകാർക്കും കൂടെ കുറച്ച് കൊണ്ടുവരാൻ പറ്റി. കാരണം ഞങ്ങൾ കുറെ കൂടെ അതുമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ചെറുപ്പകാലം തൊട്ട് ഞാനും സൂരജൊക്കെ ഭയങ്കര ഇതുമായിട്ട് വളർന്ന ഇത് തന്നെയാണ് മെയിൻ. കൺസ്യൂമിങ് ആയിരുന്നു ഞങ്ങൾക്ക് മെയിൻ. പക്ഷെ എന്തെങ്കിലും ഇതിന്റെ സ്വഭാവം കുറച്ചുകൂടെ പഠിച്ചപ്പോ, നെറ്റ്വർക്കും ആയപ്പോ എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് വന്നതാണ് ഈ സിനിമ ഉണ്ടാകാനുള്ള ഒരു കാരണം. അപ്പൊ അത് നമുക്ക് ഇപ്പം ചെറിയ തോതിലാണെങ്കിലും നമ്മളിൽ കിടന്ന ഒരു കാര്യം നമ്മൾ ഇച്ചിരി ഡെവലപ്പ് ചെയ്തെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് വന്നു. അത് പിന്നെ രാജേഷുമായിട്ട് പങ്കിട്ടപ്പോൾ സിനിമയായി എന്നുള്ളതാണ് അതിന്റെ രത്ന ചുരുക്കം അല്ലേ. അങ്ങനെ വേണം പറയാം. അതായത് നമ്മൾ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നാം, മറ്റേ ഇപ്പൊ രാജേഷ് ആണെങ്കിലും റോബിൻ ആണെങ്കിലും സിനിമ ഫീൽഡിൽ പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യണ ആൾക്കാരില്ല. റോബിൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും വേറെ കോർപ്പറേറ്റ് ജോബ്സ് ഉണ്ട്. ഇതിന്റെ സൈഡിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. അപ്പോൾ എന്റെ ഒരു അനുഭവം വെച്ച് പറയുവാണെങ്കിൽ, ഞാൻ ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് വന്നപ്പോൾ ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ നേര് പറയുവാണ്, ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ കാണപ്പാടെ ഞാൻ പഠിച്ചില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം, ഇത്തിരി ഇംപ്രൂവ് ഒക്കെ ചെയ്യാം, പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഒരു സിനിമയിലെ ഫുൾ സ്കോപ്പ് സെറ്റ് ഉണ്ട് അവിടെ. അതായത് ലൈറ്റിംഗ്, ക്യാമറ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഷോർട്ട് ലിസ്റ്റ്, ഇതൊക്കെ കണ്ടപ്പോൾ അത് തന്നെ ഒരു വളരെ ഇംപ്രസീവ് ആയിരുന്നു. അതുപോലെ തന്നെ എന്റെ കൂടെ കളിച്ച കോ ആക്ടർ, എന്റെ അനിയനായിട്ട് കളിച്ച പുള്ളി, ഓരോ ഷോട്ടിന് മുമ്പില് നമ്മളിപ്പോ പ്രൊഫഷണൽ റോബർട്ട് ഡനീറോ ഒക്കെ ചെയ്യണത് പോലെ പുള്ളിയുടെ മാൻട്ര, മെത്തഡ് ആക്ടിങ്ങിലോട്ട് കിടക്കും. അത്രയ്ക്ക് ഒരു ഹൈ പ്രൊഫഷണൽ ലെവലിലാണ് ഇവരെല്ലാരും ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇപ്പൊ ഞാനാണേലും ആദ്യ ദിവസം തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ അവിടെ മുതലേ നമ്മൾ ലോക്ക് ഇൻ ചെയ്യുന്ന പറഞ്ഞൊക്കെ ഇനി മുതൽ നമ്മൾ നമ്മുടെ 100% ഇതിന് കൊടുക്കേണ്ടത്. കാരണം ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരാണേലും ക്യാമറയുടെ മുന്നിലായി ആയിരുന്നെങ്കിലും പുറകിലായിരുന്നെങ്കിലും അവരുടെ ഫുൾ പ്രൊഫഷണലിസം ആയിട്ടാണ് ഇവർ ഈ പ്രോജക്റ്റിൽ പങ്കെടുത്തത്. നമ്മളൊരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ നമ്മളെ തന്നെ മാറ്റി മറിച്ചു അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് അല്ല, ഇപ്പൊ നമ്മള് ചെന്നു അതിന്റെ സെറ്റ് കണ്ടപ്പോഴേ നമ്മൾ കിടുങ്ങി. പക്ഷെ ആ കിടുക്കം നമ്മളെ ഒരു പുതിയ ആളാക്കി മാറ്റി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മള് ഇപ്പൊ റോബിൻ പറഞ്ഞ പോലെ സിനിമ കൺസ്യൂം ചെയ്യണ ആൾക്കാരാണ് ഇപ്പോഴും ആണ്. ഇവിടെയാണ് നമ്മൾ തന്നെ വേറൊരു പെർസ്പെക്റ്റീവും കൂടെ കാണുന്നത്. എന്തുമാത്രം ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം അവസാനത്തെ ഒരു പ്രോഡക്റ്റ് അതുപോലെ നമുക്കത് ഫൈനലാക്കാനായിട്ട്.
അതന്നെയല്ലേ ഇപ്പം നമ്മൾ സെറ്റ് കണ്ടു, അപ്പം കൂടെയുള്ളവരുടെ ആ ഒരു ചുറുചുറുക്കും ആ ഒരു തന്മയത്വം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിലും ഇപ്പൊ നമ്മളിൽ മാത്രമല്ല എല്ലാവരിലും കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ കലാബോധങ്ങളും പിന്നെ തണുത്ത് കിടക്കുന്നു അല്ലെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ. അപ്പൊ അത് നമ്മളിൽ തന്നെ ഒരു ഇൻസ്പയർ ആയി നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഫുൾ സ്വിങ്ങിൽ അങ്ങ് പോയി. അത് മറ്റുള്ളവർക്ക് അതൊരു പെട്ടെന്ന് ഒരു എന്നാ പറയുന്നത്, അവരെ പോലും ഉണർത്തിയെടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കിപ്പം സൂരജ് അത് വിവരിച്ചപ്പം തോന്നിയത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ഒരു പാഷനറ്റ് ഫീൽഡ്, എന്നാലും നമ്മളത് ഏത് കോർപ്പറേറ്റ് ജോലി വെച്ച് നമുക്കത് കമ്പയർ ചെയ്യാം. ഇവിടെ നമുക്കൊരു ഹയറാർക്കി ഉണ്ട്. നമ്മളൊരു ഷോട്ട് എടുക്കുമ്പോൾ ഡയറക്ടറാണ് അതിലെ ലീഡർ. പുള്ളി ഇപ്പൊ പറയുവാണ് ഓക്കെ ഷോട്ട് ഓക്കെ എന്ന് പറയുവാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. ഷോട്ട് ഓക്കെ അല്ലെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എടുത്തിരിക്കണം. ഡയറക്ടറിന്റെ ഡയറക്ഷൻ വഴിയാണ് നമ്മളത് പോകേണ്ടത്. പുള്ളിക്കാണ് അവസാനത്തെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടേണ്ടത്, തൃപ്തിയാകേണ്ടത്. നമ്മളൊരു ഡിസ്കഷൻ, അത് നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നാലും ആ ഒരു എന്നാ പറയുന്ന ഒരു ഫിലോസഫി, ആ ഒരു കൊളാബറേഷൻ ഉള്ളതുപോലെയാണ് ഒരു ഫിലിം സെറ്റിൽ ചെന്നാലും നമ്മൾ കാണുന്നത്. ഇവൻ രാജേഷ് സംവിധായകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ കറക്ഷൻ ഒത്തിരി വേണ്ടി വന്നോ, അതോ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ തന്നെ അഭിനേതാക്കള് അതേ രൂപത്തിൽ കൊണ്ടുവന്നോ? അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാനല്ല പറയണ്ട, ആക്ടറെ. അല്ല അത് രാജേഷ് തന്നെ പറഞ്ഞപ്പോ നീ തുറന്നു പറഞ്ഞോ രാജേഷ്, കുഴപ്പമില്ല. ഇതിപ്പം നമ്മള് തുടക്കക്കാരൻ ആണെങ്കിലും നമ്മൾ തുടക്കക്കാരനല്ല എന്നുള്ളത് ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ രണ്ടുപേരുമായിട്ട് ഈ സിനിമയുടെ ചെറിയതായിട്ടൊന്ന് സംസാരിച്ച് കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടതുണ്ട്. അപ്പം കഥ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ കഥയിലേക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, അത് ശരിയല്ല, സിനിമ പുറത്ത് വന്നിട്ടുള്ളതല്ലേ. അപ്പൊ അതിന്റെ മറ്റു വിശേഷങ്ങൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഒരു എന്നാ പറയുന്ന നല്ല സിനിമകൾ എടുത്തെടുത്ത് നല്ല കൈത്തഴമ്പ് വന്നിട്ടുള്ള ഒരാളിന്റെ ഒരു പടം പോലെ എനിക്ക് തോന്നി പറഞ്ഞപ്പോ അത് ആ തരത്തിൽ ആ പറഞ്ഞ ആള് ഒന്നും അറിയണ്ട, നിങ്ങൾ അറിയണ്ട, പറഞ്ഞ ആ ആളിന്റെ ചിന്താഗതി അത്രയും പുറകോട്ട് പോയി എന്നുള്ളത്. അപ്പൊ ഇത് നല്ല ഉൾക്കാമ്പുള്ള ഒരു സിനിമയാണെന്നാണ് പറഞ്ഞത്. സൂരജ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്കും അത് തന്നെയായിരുന്നു. ഇപ്പം ഞാനും ഇതുവരെ അങ്ങനെ ഒരു സെറ്റ് വന്നിട്ടില്ലായിരുന്നു. സൂരജ് ഞാനും ഒക്കെ ആദ്യമായിട്ടായിരുന്നു. രാജ് അറ്റ്ലീസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്ത ആ ഒരു പരിചയം, ഇങ്ങനെ ഒരു സെറ്റ് പോലെയാണ്, ഒരു ക്രൂ പോലെ വർക്ക് ചെയ്ത് ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒക്കെ ആണേലും ആദ്യത്തെ ദിവസം നമ്മൾ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാണ്, നമ്മൾ ആദ്യത്തെ ദിവസം സെറ്റിലോട്ട് വന്നപ്പോ നമ്മുടെ ഡയലോഗ് ഡെലിവറിയുടെ ഒരു സംഭവം, നമ്മൾ എങ്ങനെ ഒന്നാമത് നമ്മള് ഡബിങ് അല്ലായിരുന്നു, നേരിട്ട് അവിടെ എടുക്കുന്ന ഇതായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ ഡയലോഗുകൾ തറവായിരിക്കണം, നമ്മളെ കണ്ണുകളിൽ നമ്മൾ എവിടെ നോക്കണം, അത് ഇതൊക്കെ. അത് ആദ്യത്തെ ദിവസം ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് അത് ഓവർവെൽമിംഗ് ആയിരുന്നു ആദ്യത്തെ ദിവസം. അപ്പൊ അതിന് അവിടുത്തെ കുറച്ച് ചാലഞ്ചും സ്ട്രഗിളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് രാജേഷ് പറഞ്ഞു, അത് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ തുടങ്ങിയ ദിവസങ്ങളിൽ ആദ്യത്തെ എപ്പിസോഡ് ഞങ്ങൾ തുടക്കത്തിൽ അതിന്റെ ഒരു ചാലഞ്ചുകൾ ഞങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. എന്നിട്ട് പിന്നെ അത് ഓവർകം ചെയ്യാൻ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ശ്രമിച്ചു അതിനു വേണ്ടി. രാജേഷ് പറഞ്ഞു ഇതില് അല്ല രാജേഷ് പറഞ്ഞു, എന്നിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കാരണം സംവിധായകനാണ് ഇതിനകത്ത് കൂടുതൽ എല്ലാ കാര്യങ്ങളിലും A to Z വരുന്ന ആ ഒരു കൺട്രോൾ ഉണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്, വാച്ചിങ് ഉണ്ട്, പിന്നെ ഒരു ബെറ്റർമെന്റ് ഉണ്ട്. ഇതെല്ലാം സംവിധായകന്റെ ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അത് സംവിധായകൻ തന്നെ പറയുന്നതായിരിക്കും. ഇല്ല, അതിപ്പം നമ്മളിപ്പം സ്പെഷ്യലി എല്ലാവരും ഇപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പം നമ്മൾ ആക്ട് ചെയ്യുന്നവരും പ്രൊഫഷണൽ അല്ലാത്ത വേറെ ജോലി എന്ന് പറയുന്നത് നമുക്കും അതും വളരെ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് ഞാൻ എഴുതിയും കൊടുത്തിട്ടെല്ലാം ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് വരുന്ന എക്സ്പെക്ടേഷനും എനിക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ഞങ്ങൾ ഓരോ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ലൈൻസ് ബൈ ലൈൻസ്, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെയാ നമുക്ക് ഷൂട്ട്, എങ്ങനെയാ നമുക്ക് അത് ഫുൾ ഡയലോഗ് ബൈ ഹാർട്ട് അല്ലാണ്ട് പോർഷൻ ബൈ പോർഷൻ പോവാന്നുള്ളത്. പിന്നെ അതിന് അങ്ങനെ പിന്നെ പ്രൊഫഷണൽ അല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓൾറെഡി ആ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ചിന്തിച്ചപ്പം കാസ്റ്റിംഗിൽ തന്നെ ഞങ്ങൾ ഓൾറെഡി അത് എന്താ പറയാ നമ്മൾ ചിന്തിച്ചാണെങ്കിൽ ആൾക്കാരെ കാസ്റ്റ് ചെയ്തത്. അപ്പൊ അവരാണെങ്കിൽ ഒരു എന്താ പറയുക, അവരുടെ ഒരു എന്റെ മനസ്സിൽ കാണുന്ന ആ ക്യാരക്ടറിന്റെ തന്നെ ഒരു വോയിസും ബോഡി ലാംഗ്വേജ്, മുഖമായിട്ട് ഞാൻ ആൾക്കാരെ കാണും. ഞാൻ കൂടുതൽ ആ വോയിസും ബോഡി ലാംഗ്വേജ്, ആ ക്യാരക്ടർ എങ്ങനെയാന്നുള്ളത്, അപ്പൊ അതിനോട് ആക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരും അതിനോട് ഏറ്റവും ഒരു എന്താ പറയാ ഇച്ചിരി അതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നവരെ, സിമിലർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജും വോയിസ് ഉള്ളവരാകുമ്പോഴത്തേക്കും
അങ്ങനെ നോക്കിയിട്ട് എല്ലാവരും പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് എല്ലാവരും ആക്ടിങ് ചെയ്ത് എല്ലാവരുടെയും ഫീഡ്ബാക്ക് അത് തന്നെയായിരുന്നു. തിയേറ്ററെ കണ്ട എല്ലാവരുടെയും ആക്ടിങ് വളരെ നാച്ചുറൽ ആയിരുന്നു, വളരെ വളരെ നന്നായിട്ട് ചെയ്തു. അവരും അഭിപ്രായം നല്ല ഇത് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ഇതുവരെ പുറത്ത് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ അങ്ങനെയാണ് രണ്ടുപേരും എന്നോട് പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പം ആദ്യത്തെ പടം അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാത്തിലും വരുന്നത് എന്നുള്ള ഒരു തോന്നല് നിങ്ങൾക്കുണ്ടായെങ്കിലും ഈ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് പക്ക പ്രൊഫഷണൽ ആയി എന്നുള്ളതാണ് എല്ലാ ഭാഗത്തുനിന്നും ഞാൻ കേട്ടത്. ഞാൻ പടം കണ്ടില്ല കേട്ടോ, പടം കണ്ടില്ല. ഇവിടെ മാർച്ച് 7-നാണ് ജർമ്മനിയിലെ സ്റ്റാർട്ടിംഗ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റോബിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ പടം കണ്ടിട്ട് ഇനി അതിന്റെ വിശദീകരണം പറയാം. ഇതിന് നായകൻ നായിക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലേ, അതോ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന കാര്യങ്ങളായിട്ടാണ്? അതെ, അത് ബേസിക്കലി മൂന്ന് ചാപ്റ്റർ പോലെ 3 സെപ്പറേറ്റ് കഥ പോലെയാണ്. പക്ഷെ അതില് കണക്ഷൻസ് ഉണ്ട്, ഒരു ചെറിയൊരു ത്രെഡ് പോലെ അതിലൊരു കണക്ഷൻ പോരുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ആക്ട്രസ് എന്ന് പറയുന്നത് കാണുന്നവര് 3 എപ്പിസോഡിൽ മാറി മാറി വരുന്നു. അതെ, അപ്പൊ അത് തന്നെ ഒരു പുതുമയായിട്ട് നമുക്ക് എടുക്കത്തില്ലേ ഈ സിനിമയ്ക്ക്? എടുക്കാം. കാരണം അല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വേറിട്ട വഴി എടുത്തു എന്ന് പറയുന്നോണ്ട് ദോഷമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കത്തില്ലേ? അത് ഉറപ്പായിട്ടുണ്ട്. അതിപ്പം എന്താ പറയാ, ഇപ്പം ത്രിലോകം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അപ്പം നമ്മളും ചെയ്തപ്പം എന്താ പറയുക, നമുക്കൊരു ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു വേറെ സാധാരണ ഫോർമാറ്റിൽ നിന്ന് മാറ്റി പിടിക്കുക എന്നുള്ള രീതി തന്നെയായിരുന്നു. പിന്നെ ഓൾസോ ആക്ട് ചെയ്യുന്ന എല്ലാവരും എന്താ പറയാ, വേറെ ജോലിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഒരു ഫുൾ സിനിമയ്ക്ക് അഭിനയിക്കുക എന്ന് പറയുമ്പം 2 ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ആദ്യം ഒരു അവസരം 1.5 മണിക്കൂറിന്റെ ഡയലോഗ് എല്ലാം പഠിക്കുന്ന ഡിഫിക്കൽട്ടാണ്. അപ്പം 3 എപ്പിസോഡായിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ, ഓരോരുത്തർക്കും പിന്നെ എഫർട്ടും നമ്മൾ ഇച്ചിരി സെപ്പറേറ്റ് ഇതിന്റെ സംഗീത മേഖല ഉണ്ടല്ലോ, പാട്ട് മേഖല ഉണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക എങ്ങനെയായിരുന്നു? മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഞങ്ങള് ഓസ്ട്രിയയിൽ വന്ന് പഠിച്ച ഒരു ഇപ്പോ ചെന്നൈയിലാ പുള്ളി ബേസ്ഡ്, അലൻ ഷോട്ടി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഞങ്ങളുടെ മുഴുവൻ മ്യൂസിക്കും ചെയ്തത്. പുള്ളി ഇപ്പൊ സിനിമ ഫീൽഡിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്നതുമാണ്. പശ്ചാത്തല സംഗീതം അല്ലേ, അതോ? പശ്ചാത്തല സംഗീതവും പിന്നെ ഇതിലെ പാട്ടുകളും ഞങ്ങൾക്ക് ഇതിലുണ്ട്. ഞങ്ങൾ തനിയെ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഒരു വളരെ ഫേമസ് പഴയൊരു ലലബി, പഴയൊരു താരാട്ട് പാട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഈ സിനിമയിൽ. അത് കാണുമ്പോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. എല്ലാവർക്കും അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഒത്തിരി പഴയ പാട്ടാണോ? വർഷം പറയാം, 1991. സിനിമയുടെ പേര് പറയാം, പക്ഷെ സിനിമയുടെ പേര് പറഞ്ഞ അപ്പൊ തന്നെ അറിയാം. പക്ഷെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ജർമ്മനി വരുന്ന ആൾക്കാർക്ക് ആദ്യമായിട്ട് തിയേറ്ററിൽ അല്ല, അത് ഏതായാലും നെടുമുടി വേണി ഉണ്ടായിരുന്നു. പിന്നെ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. പിന്നെ ഓർത്തെടുക്കണം. പക്ഷെ അത് സർപ്രൈസ് ആയിക്കോട്ടെ. സിനിമ കാണുമ്പോ അത് സർപ്രൈസ് ആയിട്ട് നിർത്താം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ അറിയണ്ടേ. ഇപ്പം ഇത് മൊത്തത്തില് ഇപ്പൊ ഒരു ദിവസത്തെ ഫുൾ ടൈം ഷൂട്ടിംഗ് ആയിരുന്നോ, അതോ നമ്മള് ഇത്ര മണിക്കൂർ തൊട്ടോ, അല്ല ഇത്ര നിങ്ങൾക്കൊക്കെ ജോലി ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള നിലയില് അപ്പൊ അത് കുറച്ച് എടുത്തിട്ട് അതൊരു എന്നാ പറയുന്നത്, ഓരോ ദിവസവും നമുക്കൊരു ബെറ്റർമെന്റ് കിട്ടിയിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇന്നെടുത്തു അതോ രാജേഷ് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇച്ചിരൂടെ ഒരു മാറ്റം വരുത്തിയാലോ എന്നുള്ള ചിന്ത അങ്ങനെയൊക്കെ ഉണ്ടായോ, അതോ എല്ലാം സ്വാഭാവികമായിട്ട് നടന്നു പോയോ? പക്ഷെ അതിനുള്ള പോസിബിലിറ്റി കിട്ടിയില്ല. ഇല്ല, അതിപ്പം നമ്മളിപ്പം എന്താ പറയാ, എല്ലാരും ജോലി എന്താ പറഞ്ഞാൽ വീക്കെൻഡുകളായിരുന്നു നമ്മൾ ഷൂട്ടിംഗ് നടന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഫ്രൈഡേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ എക്യുപ്മെന്റ് എല്ലാം കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യും. എന്നിട്ടാണെങ്കിൽ സാറ്റർഡേ സംസ്ഥാന രാവിലെ 7 മണിക്ക് മീറ്റ് ചെയ്ത് പറ്റത്ര നേരത്തെ ഷൂട്ടിംഗ് തുടങ്ങി ഓൾമോസ്റ്റ് പാതിരാത്രി വരെ പോകും. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും വെളുപ്പിന് അതുപോലെ നമ്മൾ തുടങ്ങി സൺഡേ. അതായിരുന്നു അവിടുത്തെ നമ്മുടെ ഒരു വർക്ക് ഫ്ലോ. അത് നമ്മൾ പിന്നെ അറിയാം
മണിക്കൂർ കണക്കൂട്ടുവാണെങ്കിൽ മിക്കവാറും ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് നമ്മൾ 2 ദിവസം കൊണ്ട് അവിടെ ചെയ്തെടുക്കുന്നത്. പക്ഷേ അത് നമ്മള് അത് ശരിക്കും കുറെ പ്രീ പ്ലാൻ ചെയ്തായിരുന്നു ഏതൊക്കെ ഷോട്ട് വേണം. അത് നമ്മള് ആ ടൈം റിസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഷോട്ട് ശരിക്കും ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ടെന്ന് ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും മിനിമം ഷോട്ട്സ്. കാരണം ഓരോ ഷോട്ട് മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് മാറ്റുന്ന ചില സമയം പോകില്ല. അപ്പം അങ്ങനെ അനാവശ്യമായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ശരിക്കും അത്യാവശ്യമുള്ള ഷോട്ടുകളും മാത്രമായിട്ട് വെച്ച് അത് പക്ഷെ ശരിക്കും പ്ലാൻ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് തന്നെ പോയി. അതുപോലെ നമ്മള് ഇപ്പൊ ഈ കഥ എഴുതി അതിന്റെ സംവിധാനത്തിന്റെ ഉള്ളിൽ കിടക്കുന്നു. ഇപ്പൊ ഈ തിരക്കഥയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ അതോ ഒറ്റയടിക്ക് തന്നെ ആ തിരക്കഥ നമ്മൾ ഉൾക്കൊള്ളുകയായിരുന്നു തന്നെയാ എഴുതുക എങ്കിൽ പോലും അത് ഇല്ല. അതിപ്പം തുടങ്ങുമ്പം ബേസിക്കലി എന്ന് പറഞ്ഞ റോബ് പറഞ്ഞാൽ ആ ഒരു 2 സെന്റൻസിന്റെ ഇതായിരുന്നു ടോപ്പിക്. 3 സ്റ്റോറീസിന്റെ ടോപ്പിക് മാത്രമേ ഉള്ളായിരുന്നു. അതിനൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് എഴുതി ഷൂട്ടിംഗ് ചെയ്ത് തീർന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ 2ാമത്തെ എപ്പിസോഡിന് എഴുതാനിരിക്കുന്നത്. അതുപോലെ അതിന്റെ ഷൂട്ടിംഗ് തീരുമ്പോൾ ഞാൻ 3ാമത്തെ എപ്പിസോഡ് എഴുതാനിരിക്കുന്നത്. അപ്പോഴത്തേക്കും അത് ഒറിജിനൽ ചിന്തിച്ചിരുന്ന ടോപ്പിക്ക് അതിന് സെയിം ആയിട്ട് ഇരുന്നു. പക്ഷെ അത് മൊത്തം ആ കഥ പറയണ രീതി അത് തുടക്കത്തിൽ വിചാരിച്ചേക്കാളും കുറെ മാറി 3ാമത്തെ ഇതിലേക്ക് എത്തിയപ്പോഴത്തേക്കും. അവസാനം വന്നപ്പോഴത്തേക്കും അതും ഞങ്ങള് 3 ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യം വിചാരിച്ചെന്ന്. പക്ഷെ പിന്നെ എഴുതി വന്നപ്പോഴത്തേക്കും ചില ക്യാരക്ടേഴ്സ് അഭിനയിച്ചു വരുന്നതും കാണുമ്പോഴും അത് എനിക്കും ഇച്ചിരി കൂടെ മനസ്സിലാണെങ്കിൽ ഇച്ചിരി കൂടെ എന്നാ പറയാ ക്ലിയർ വിഷൻ വന്ന്. അപ്പം ആ ക്യാരക്ടേഴ്സ് അടുത്ത എപ്പിസോഡുകൾ വീണ്ടും വന്നു. അങ്ങനെ കഥകൾ കുറച്ച് മാറിയാണ് അത് പോണ ആ ഒരു ഫ്ലോ അനുസരിച്ച് അതനുസരിച്ച് ആണ് ഞാനും എന്നാ പറയാ എഴുതുന്ന ആ രീതിയാണ് എനിക്കും ഇഷ്ടം. അത് അതിൻ്റെതായ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ കഥയ്ക്ക് അതിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണെങ്കിൽ റിവീൽ ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ ഷൂട്ടിങ്ങിന് ഒരു വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വന്നു അതോ കറക്റ്റ് നമ്മൾ അത് എഴുതി കഴിഞ്ഞിട്ടുള്ളത് ഷൂട്ടിങ്ങിന് വരുമ്പോഴത്തേക്കും അധികം മാറ്റം വന്നിട്ടില്ല. അതിൽ പിന്നെയും പറഞ്ഞു ആൾക്കാർ വരുമ്പം ക്യാരക്ടേഴ്സ് ആക്ട് ചെയ്യുന്നവര് പറഞ്ഞു വന്നപ്പോ ഇച്ചിരി ഫ്ലോ കുറവ് പോലെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഓൺ സ്പോട്ട് ഇച്ചിരി ചെറുതായിട്ട് കുറച്ച് മെസ്സേജ് സെയിം ആയിട്ടിരിക്കുക, പക്ഷെ പറയുന്ന സെന്റൻസുകൾ ഷോർട്ടർ ആക്കി അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നേ ഉള്ളൂ. അതല്ലാണ്ട് പക്ഷെ അത് വളരെ കുറവായിട്ടുള്ള കേസുകളായിരുന്നു. ബാക്കി മെയിൻ ആയിട്ട് അതുപോലെ ഇരുന്ന. അതുപോലെ ഇപ്പം പടം യൂറോപ്പിൽ മാത്രമാണോ റിലീസ് ചെയ്തിരിക്കുന്നത്? കേരളത്തിൽ ഇല്ലെന്നല്ലേ പറഞ്ഞു? ഇതുവരെ യൂറോപ്പ് മാത്രമേ. ഇപ്പൊ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞു, ഞങ്ങൾ 2-3 ആഴ്ച കളിച്ചു. അത് കഴിഞ്ഞ് ഓസ്ട്രിയ കളിച്ചു. ഇപ്പൊ ജർമ്മനി ഇപ്പൊ പോകും. ജർമ്മനി 7ാം തീയതി എത്ര തിയേറ്റർ എടുത്തിട്ടുണ്ട്? ജർമ്മനി ഇപ്പൊ ആദ്യം കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട്, ഫ്രൈബോർഗ്, കൊളോണിലുണ്ടോ? ഞാൻ കൊളോണും ഡിസിൽഡോഫും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഹോപ്പ്ഫുള്ളി ഞങ്ങൾക്ക് മൺഡേ അതിന്റെ ഒരു കൺഫർമേഷൻ വരുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. ചിലപ്പോ ഒരു വീക്കെൻഡ് ലേറ്റർ ആയിരിക്കാം, 14ാം തീയതി ആയിരിക്കാം. അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ ഇവിടുത്തെ നമ്മുടെ ലോകയാണ്? ലോക ഫിലിംസ് ആയിട്ടാണ് ഞങ്ങള് ഇവിടുത്തെ യൂറോപ്പിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം അവരുടെ മേൽനോട്ടത്തിലാണ് കൂടുതലും നടക്കുന്നത്. അവർക്കാണ് ഇവിടെ കുറച്ചുകൂടെ പരിചയമുള്ളത് കളിച്ച്. കാരണം നമ്മൾക്കിപ്പോ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്ന നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ അതിന്റെ പുറകെ നടക്കണ്ട എന്ന് തന്നെ കരുതുകയാണ്. പിന്നെ ഞങ്ങൾക്ക് സ്വിസ്സി വേണേ ഞങ്ങൾക്ക് നേരിട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഔട്ട്സൈഡ് ഓഫ് സ്വിറ്റ്സർലൻഡ് ഞങ്ങൾക്ക് ലോക എന്ന ടീം വർക്ക് പോലെ ഇവരുമായിട്ട് നേരത്തെ കണക്ഷൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇപ്പോ ഞാനും സൂരജും ഭാഗമായിട്ടുള്ള ഞങ്ങൾ 4 പേര് കൂട്ടമുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ഞങ്ങൾ ഈ സിനിമയുടെ ഈ ഒരു ജേണി ഞങ്ങള് എക്സിക്യൂട്ട് ചെയ്തു. ഫോർ ഇമോഷൻസ് എന്റർടൈൻമെന്റ് എന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങള് കുറച്ചു നാളായിട്ട് ലോകമായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ട്. അവര് ഒരു കൊല്ലം മുമ്പ് എംപുരാൻ എന്ന സിനിമയൊക്കെ തൊട്ട് തുടങ്ങി. അത് തന്നെ അവരുമായിട്ട് ഞങ്ങളെ കുറച്ചുകൂടി ഇവിടെ തിയേറ്ററുകളിൽ കൊണ്ടുവരാൻ, അവിടെ പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം കിട്ടുമെന്ന് പറഞ്ഞാൽ അവരപ്പോ അന്ന് തൊട്ട് കുറച്ച് സിനിമകളുടെ അടുത്ത് പ്രൊമോഷൻ. അപ്പൊ അവരും പറഞ്ഞ് നിങ്ങളുടെ പടം റെഡി ആകുമ്പോ അവര് അപ്പൊ ഹെൽപ്പ് ചെയ്യാം ഇങ്ങനെ തിയേറ്ററുകളിൽ കൊണ്ടുവരാനുള്ള ഇത്. കാരണം അവർക്ക് എല്ലാവർക്കും ആ നെറ്റ്വർക്കും ആ മാർക്കറ്റ് നോളജും അവർക്കും. അത് ഞങ്ങൾക്ക് അവര് കുറെ കാലമായിട്ട് ഇപ്പൊ ഇവിടെ എനിക്ക് വന്ന കൊറോണയ്ക്ക് ശേഷം കണ്ട ഇത്ര ആക്റ്റീവ് ആയിരുന്നു. തുടക്കത്തില് മ്യൂൻഹിനിൽ നിന്നുള്ള 2000
2003 ഇവിടെ പടം എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഞങ്ങള് നമുക്കറിയാം അന്നത്തെ തിയേറ്റർ എടുക്കുന്ന പരിപാടിയും അല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമങ്ങൾ മുഴുവൻ കീപ്പ് ചെയ്ത് പോകേണ്ട ഒരു കേസ് കെട്ടായതുകൊണ്ട് നമ്മൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ്. നമ്മളിവിടെ ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഒരു ചെറിയ തിയേറ്റർ ഉണ്ടായിരുന്നു കോളേജിലെ. അപ്പൊ അവിടെ കൊണ്ടുപോയി നമുക്കറിയാം നമ്മളതിനകത്ത് ഇച്ചിരി ഇൻവോൾവ് ആയിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ്. ഏതായാലും ഇപ്പോഴും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാര് തിയേറ്ററിൽ കയറുന്നതും ഇപ്പോഴത്തെ ഈ OTTയും ഈ നെറ്റ്ഫ്ലിക്സും അതൊക്കെ എല്ലാം വന്നുകൊണ്ട് വളരെ പെട്ടെന്ന് കോണ്ടന്റ് അവൈലബിൾ ആണല്ലോ ഈ OTT കഴിയുമ്പോൾ. അപ്പോൾ തിയേറ്ററിലോട്ട് പോകുന്ന ആൾക്കാരെ ആകർഷിക്കാൻ പാടാണ്. പിന്നെ ഞങ്ങളുടെ ഒരു വിശ്വാസം, ഞങ്ങൾ ഹോപ്പ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിന്നുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആകാംക്ഷ ഉണ്ടെങ്കിൽ കുറച്ച് പേര് വന്ന് കാണും എന്ന് ഞങ്ങൾ ഹോപ്പ് ചെയ്തു. അതിന്റെ ഒരു ഇതാണ്. കാരണം തിയേറ്ററിൽ കാണുന്നതിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞങ്ങളുടെ സിനിമ ഇപ്പോ തീർത്തപ്പോഴും നാട്ടിൽ ക്യൂബിലിട്ട് ഒരു പ്രിവ്യൂ ചെയ്തപ്പോഴും അവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് കണ്ടപ്പോഴും പറഞ്ഞ തിയേറ്ററിൽ കാണാൻ തന്നെയുള്ള ഒരു വകയുണ്ട്. അപ്പോ അത് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയോണ്ടും തന്നെയാണ് തിയേറ്ററിൽ കളിക്കാൻ ഞങ്ങൾ കുറച്ചുകൂടി ഇവിടെ യൂറോപ്പ് ഏതായാലും ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി ഡിസ്കസ് ചെയ്യണം, ഞങ്ങൾ നോക്കും, ഓപ്ഷൻസ് നോക്കും, ഈ റൺ എങ്ങനെയുണ്ടെന്ന് നോക്കും. അപ്പൊ ഈ OTTയുടെ ഭാഗം കൂടെ ചിന്തിക്കില്ലേ? ഓഫ് കോഴ്സ് അതില്ലാതെ പറ്റത്തില്ലല്ലോ. നമ്മള് OTTക്ക് നമ്മള് തിയേറ്ററിൽ കളിക്കുന്നതിന്റെ കണക്കുകളും കാണണമെന്നുള്ള ഒരു നിർബന്ധമുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു റണ്ണിന്റെ ഒരു ഇതായിട്ട് എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇത്തിരി ഗുണകരമായിട്ടുള്ള ഞങ്ങൾക്ക് കുറച്ച് ഫിലിം ഫെസ്റ്റിവലിൽ ഞങ്ങൾക്ക് സെലക്ഷൻസ് കിട്ടി. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ട് ഇവിടെ OTT പ്ലാറ്റ്ഫോമിൽ കിട്ടുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. ഇവിടെ ഷുട്ട്കാട്ടിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടോ അറിയാമല്ലോ, ജൂലൈ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ബെർലിനാലെ കഴിഞ്ഞു, അത് ഫെബ്രുവരിയിലായിരുന്നു. നമ്മുടെ ബെർലിനാലെ ബെർലിനാലെ, പക്ഷെ അവിടെ ഇത്തിരി പാടായിരുന്നു. അവിടെ കാരണം നമ്മുടെ മലയാളം പടം, ഹിന്ദി പടങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. മലയാളം പടത്തിൽ എനിക്ക് വന്ന് ഒറ്റാൽ എന്ന് പറഞ്ഞ ഒരു പടം കണ്ടത് വന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 2014-15. പക്ഷെ അവർക്ക് അവിടെ 8,000 സിനിമ. അതെ ഭയങ്കര അതിന്റെ ഇടയിൽ നമുക്ക് സെലക്ഷൻ ഷുട്ട്കാട്ടൊക്കെ നിങ്ങൾക്ക് വളരെ അധികം പ്രാപ്യമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. നല്ല നമ്മുടെ മലയാളം പടങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല നിലയില് അവാർഡ് നേടിപ്പോയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ സെലക്ഷൻ കിട്ടും. അത് ജൂലൈയിലേക്കാണ്, അതിനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. പിന്നിപ്പം യുകെയിലും അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ രാജ്യം ഇറ്റലിയിൽ ഇഷ്ടംപോലെ മലയാളികളുള്ള, നിങ്ങൾ അവിടെ കൂടി ഒന്ന് ശ്രമിക്കേണ്ടതാണ്. കാരണം അവിടെ നന്നായിട്ട് പടങ്ങൾ ഓടുന്ന ഒരു സമയമുണ്ട്. അപ്പം അതൊന്ന് ശ്രമിക്കണം. അതുപോലെ തന്നെ യുകെയിൽ ഇഷ്ടംപോലെ പടങ്ങൾ വരുന്നതല്ല. നമ്മള് ഇവിടെ ഈ അടുത്ത കാലത്താണ് ജർമ്മനിയിൽ ഇത്രയും പടങ്ങൾ വരുന്നത്. അതിനു മുമ്പ് ഇത്രയൊന്നും ഇല്ലായിരുന്നു, ആക്റ്റീവായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു. പലരും എടുത്ത് കൈപൊള്ളിയ കേസ് കിട്ടൊക്കെ നമുക്കറിയാം. നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ മീഡിയ വഴി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മള് പുറകോട്ട് നിൽക്കാതെ നമ്മൾ പറ്റുന്നിടത്തോളം, നിങ്ങൾക്കിപ്പം ആദ്യത്തെ ഒരു ഇതാകുമ്പം പലപ്പോഴും ഒന്നുകിൽ സംശയങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഒരു ചെറിയ ഭയപ്പാടുണ്ടാകും, എങ്ങനെയായിത്തീരും, അല്ലെങ്കിൽ നമുക്ക് കൈ പൊള്ളുമോ എന്നുള്ള ഒരു ചിന്താഗതി എല്ലാം മനുഷ്യനില്ലേ, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ള ഒരു കാര്യമായിട്ട് തന്നെ എടുത്തുകൊണ്ട്, ഞാൻ എർഫാറിനൊന്നും അല്ല, എങ്കിൽ പോലും എന്റെ ഒരു ഉൾക്കാഴ്ചയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ല, ഓഫ് കോഴ്സ് ആ ഒരു അപ്രോച്ച് ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ മടിയൊന്നുമില്ല ഞങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കണമെന്ന്. പിന്നെ ഓരോ കൺട്രീസ് അവരവരുടെ ഒരു സിസ്റ്റം ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. തിയേറ്റർ ചെയിനുകൾ പോലും പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ എന്തുമാത്രം മാർക്കറ്റ് വാല്യൂ ഉണ്ട്, എന്തുമാത്രം സ്റ്റാർ വാല്യൂ ഉണ്ട് എന്നൊക്കെ അവരും പ്രയോറിറ്റൈസ് ചെയ്യുമേ. അങ്ങനെ നമുക്ക് തിയേറ്ററുകളും കിട്ടത്തുള്ളൂ. അതിന്റെ ഒരു ചാലഞ്ച് ഉണ്ട് ഞങ്ങൾ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ് ആയതുകൊണ്ടും ഇവിടെ നിന്നുള്ളതും നാട്ടിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള മലയാളത്തിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സ് ആയിട്ടല്ല കാണുന്നത്, അവരിവിടുത്തെ ഒരു പ്രൊഡക്ഷൻ പോലെ തന്നെ കാണുന്നതുകൊണ്ടും കുറച്ചുകൂടെ കൂടുതൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. അത് ഇപ്പൊ യുകെയില് ഇപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോധ്യപ്പെടണം നമുക്ക് തിയേറ്റേഴ്സ് തരാൻ. അതൊരു ചാലഞ്ച് തന്നെയാണ്. ഇപ്പൊ ജർമ്മനിയുടെ അടുത്തും ഒരു 2-3 ആഴ്ച സംസാരിക്കണമായിരുന്നു. അത്ര ഒരു കാരണം കുറച്ച് നാളായിട്ട് മലയാള സിനിമകൾ വരുന്നതും ആൾക്കാർ കയറാൻ അവര് അതും കൂടെ
മടിക്കുന്നത്. അവർക്ക് പറയുന്നത് ഇവിടെ നിന്നുള്ളവര് പോണ ഒരു ഞങ്ങൾക്ക് ഫേസ് വാല്യൂ എന്ന് ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് അറിയാവുന്ന ഇപ്പൊ സംവിധായകൻ ജിയോ ബേബി ഇത് റെപ്രസെന്റ് ചെയ്യുന്നു, എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ക്യാമിയോ ഉണ്ട്. പുള്ളിനെ അറിയാവുന്നവർക്ക് ഓക്കെ ചിലപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് കാണാം. അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിന്നു ഈ പ്രോജക്റ്റ്. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക്. അത് ചിലപ്പോൾ മലയാളികൾക്ക് അങ്ങനെ പറയാം, നാട്ടിൽ നിന്ന് ഒരു സംവിധാനം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോ നമുക്കൊന്ന് കണ്ടാലോ എന്നൊരു തോട്ട് വരാമല്ലോ. അത് വെച്ച് ഞങ്ങൾ കോൺഫിഡന്റ് ഞങ്ങൾക്ക് കാണിക്കാൻ കിട്ടുവാണെങ്കിൽ, തിയേറ്റേഴ്സ് കിട്ടുവാണെങ്കിൽ ഏതായാലും ട്രൈ ഔട്ട് ചെയ്യും. കാരണം അവിടെ കൈ പൊള്ളുന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം പരമാവധി കളിക്കാൻ തന്നെയാണ് യൂറോപ്പിൽ പ്ലാൻ. ഇപ്പം എന്റെ ഒരു അറിവനുസരിച്ച് ഇവിടെ മിക്ക പടങ്ങളും വരുന്നതും ആദ്യത്തെ ഒരു വലിയ ഒരു കുതിപ്പുണ്ടായിരുന്നു. പിന്നീട് അത് ഇച്ചിരി പുറകോട്ടാണ് വരുന്നത്. എന്റെ പിള്ളേരൊക്കെ 2 മക്കളും ഒരു കൂട്ടം കൂടി പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് മലയാളം അധികം പറയത്തില്ലെങ്കിലും മലയാളം കൃത്യമായിട്ട് അറിയാവുന്ന എന്റെ മക്കൾക്ക്. അപ്പൊ അവർ ആ തരത്തിലാണ് സിനിമ മലയാളം പടം പോയി കാണുന്നത്. ഇനിയും അത് കണ്ടേച്ച് ചിലപ്പോൾ ഇവിടെ വന്നിരുന്ന് പിന്നീട് OTT വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ ഇതിൽ വരുമല്ലോ പെയ്ഡ, ഇവിടെ നമ്മുടെ എല്ലാം പെയ്ഡ. അത് കാരണം ആ തരത്തിൽ അവർ വീട്ടിലിരുന്ന് പടം കാണുന്നു. അപ്പൊ ഈ എമ്പുരാനൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരിട്ട് പോയി കണ്ടു, അല്ലെ അതുപോലത്തെ പടങ്ങൾ വരുമ്പം നേരിട്ട് പോയി കാണുന്ന ഒരു സ്വഭാവം എനിക്കും ഉണ്ട്. പക്ഷെ ചില പടങ്ങള് ഇപ്പം ഈ പുതിയ ജനറേഷന്റെ ആ ഒരു തരത്തിലുള്ള പടങ്ങള് പലപ്പോഴും എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് താല്പര്യക്കുറവുള്ളതുണ്ട്. പക്ഷെ പിള്ളേർക്ക് അതല്ല, പിള്ളേർ ആ ഒരു രീതിയിൽ ഇപ്പം റോബിൻ പറഞ്ഞതുപോലെ ഇതിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് നിങ്ങളുടെ 2ാം തലമുറ ചെയ്തതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് തലമുറകൾ തമ്മിലുള്ള ഒരു സംഘർഷം, അതെന്താണെന്ന് നമ്മൾ കാണികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം. അത് സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന്. അപ്പൊ അതാണ് ഒരു പ്രൊപ്പഗാൻഡായിട്ട് ഇവിടെ എടുക്കേണ്ടത്. കാരണം ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാനുള്ള ഒരു രീതിയാണ് ഞാനിപ്പം ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇംഗ്ലീഷ് മലയാളം നമ്മൾ സംഭാഷണം ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ സബ് ടൈറ്റിലായിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റു ഭാഷകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലേ? അതെ അതെ. ഡയലോഗ് ബേസിക്കലി എന്താ പറയാ, നമ്മള് സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് ഞങ്ങളെല്ലാരും ശുദ്ധ മലയാളം പറയുന്നവരല്ല. ഞങ്ങളാണെങ്കിൽ മിക്സ് ചെയ്താണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ സിനിമയിലെ ഡയലോഗുകളും മലയാളം ഇംഗ്ലീഷും മിക്സ്ഡ് ആണ്. പിന്നെ ഇംഗ്ലീഷ് ഫുൾ ത്രൂ ഔട്ട് സബ് ടൈറ്റിൽസ് ഉണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ജനിച്ചു വളർന്നവരാണെങ്കിലും അവർക്കതൊരു അക്സെപ്റ്റബിൾ കാര്യമല്ലേ? സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. കാരണം പറയുന്ന മലയാളം ആണെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പൊട്ടാത്ത ഭാഷയൊന്നുമല്ല. അല്ല, അത് ലളിതമായിട്ടുള്ള ഭാഷയാണ് എപ്പോഴും നമുക്ക് ഡയലോഗിനൊക്കെ തന്നെ നല്ലത്. ഇപ്പൊ സൂരജ് കാണാൻ പഠിച്ചില്ലെന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം, പക്ഷെ അതൊരു എനിക്ക് തോന്നിയില്ല. ലളിതമായിട്ടുള്ള ഭാഷയാണെങ്കിൽ, അല്ലെ ബേസ് ചെയ്ത് പറയാനാണെങ്കിൽ, ഇപ്പൊ ഒരു കാര്യം അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് തന്നെ ചിലപ്പം ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. ചിലത് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ബാക്കിയായിട്ട്. അപ്പൊ അങ്ങനത്തെ ഡയലോഗുകളാണ് എപ്പോഴും പഠിക്കാനും കേൾക്കാനും സുഖം. അല്ല പിന്നെ നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന പോലെ കടിച്ചാ പൊട്ടാത്തതും അതുപോലെ തന്നെ വടിപൊത്ത, അതായത് ആ ശരീരത്തിന് വടിപൊത്ത ഡയലോഗ് പുള്ളിക്കുണ്ടെങ്കിൽ അത് ശരിയാകും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് പടം വേറെ ഇല്ല. സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയതും അതുപോലെ തന്നെ വിഷമപ്പെടുത്തിയതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ എന്ന് പറഞ്ഞാൽ വളരെ ഉചിതമായിരിക്കും. ഓർക്കാനും മാത്രം. സൂരജ്, നീ വല്ലതും തുടങ്ങുന്നോ? വിഷമം കൊണ്ട് തുടങ്ങാല്ലേ? തീർച്ചയായിട്ടും എനിക്കത് ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ ഒരു ഡയമെൻഷനിൽ. അപ്പോൾ എപ്പോഴും കേൾക്കാറുണ്ട്, ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് എല്ലാരും പറയും, ഓ ഇനി അതൊന്നുകൂടെ പിടിക്കുമായിരുന്നു, ഞാൻ അത് അങ്ങനെ ചെയ്യും, ഇത് ഇങ്ങനെ ചെയ്യും, അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ കുറെ പഠിച്ച് അടുത്ത പ്രോജക്റ്റിന് വേണ്ടി അങ്ങനെ. അപ്പോൾ വിഷമം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലേണിംഗ് ഫാക്ടർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അറിയാം, ഇനി എനിക്കൊരു പ്രോജക്റ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യണത്. അങ്ങനെ ആ ലേണിംഗ് ബോത്ത് വിഷമമെന്നും പറയാം, ബോത്ത് തന്നെ ഒരു എൻറിച്ച്മെന്റ് എന്നും പറയാം. അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വീട് പണിതാലും പറയില്ല, ആദ്യത്തെ വീട് പണിത് കഴിഞ്ഞിട്ട് ഇനി 2ാമത്തെ വീട് പണിതാലാണ് ശരിക്കും വീടാകണേന്ന് പറയാറുണ്ടല്ലോ. അതുപോലെയാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീൻ നമ്മൾ കാണുമ്പോൾ, ആ സീൻ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്കിപ്പം നല്ല ഫീഡ്ബാക്ക് കിട്ടിയ പോലും തന്നെ നമ്മൾ ഓർക്കും, എന്നാലും ആ ഒരു റിയാക്ഷൻ അങ്ങനെ അല്ലായിരുന്നു ഞാൻ അത് ചെയ്യേണ്ടത്, ഒന്നോടെ ഒരു ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ അതിങ്ങനെ ചെയ്തതിനെ തീർച്ചയായിട്ടും. അതുപോലെ ഈ ഗാനങ്ങളുടെ കാര്യം, അത് പ്രണയമാണോ അതോ അടിപൊളിയാണോ അതോ ഏറ്റവും ന്യൂ ജെൻ പാട്ടുകളാണോ, അത് എത്ര പാട്ടുകളുണ്ട്, അതിനെ പറ്റിയും കൂടെ ഒന്ന് പറയാം. സംവിധായകൻ അല്ലേ അതിനെ സോസ്റ്റെന്റ് ചെയ്യും. ഞാനൊരു പാട്ടുപ്രേമിയാ, അതുകൊണ്ടാ ചോദിച്ചത്. അതില് എന്താ പറയാ, ഇപ്പം അതില് തുടക്കത്തിലും അവസാനത്തിലും ഓരോ പാട്ടുണ്ട്. അതിലിടയ്ക്കായിട്ടുള്ളത് എന്ന് പറഞ്ഞ പാട്ട് എന്ന് പറഞ്ഞ സോങ് ആയിട്ട് ഫുൾ സോങ് ആയിട്ടില്ല, കവിതയാണോ കൂടുതലും ഇൻസ്ട്രുമെന്റൽ പറ്റിട്ടുള്ളൂ. ഇങ്ങനെ ചെറിയ ടൈം ലാസ് അങ്ങനത്തെ പരിപാടികൾ വരുമ്പോഴത്തേക്കും. അതല്ലാണ്ട് എന്താ പറയാ, സിനിമ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഫുൾ സോങ് സീക്വൻസ് ആയിട്ട് അങ്ങനത്തെ ഫോർമാറ്റ് ഇതിലില്ല. പക്ഷെ മ്യൂസിക് മറ്റേ അല്ലെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് പുള്ളിയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പലരും പറഞ്ഞ് വളരെ മാച്ചും വളരെ എന്താ പറയാ ഓവർ പവറിങ് അല്ലാണ്ട് നന്നായിട്ട് അതിന്റെ ആ ഫീല് കൺവേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇമോഷൻസ് കൺവേ ചെയ്യാനായിട്ട്. അത് നന്നായിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗായകരാരായിരുന്നു നമ്മുടെ അറിയപ്പെടുന്ന ആരെങ്കിലും? അതോ ഞങ്ങൾക്ക് ഒരു പാട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്വിസ്സിൽ നിന്ന് നാട്ടിലിപ്പോ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചത്, ആ പാട്ടുകൾ പാടിയിട്ടുള്ളത് ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരി, ഗ്രീഷ്മ അലക്സ്, ഇവിടെ സൂരിഹിൽ നിന്നുള്ള ഗ്രീഷ്മ. ഇത് ആ ഫേമസ് ലലബി റീക്രിയേറ്റ് ചെയ്തപ്പോ അതിന്റെ വോക്കൽസ് കൊടുത്തിരിക്കുന്ന ഗ്രീഷ്മയാണ്. ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തന്നെയുള്ള ഒരു വോക്കൽ, പുതിയ ജനറേഷന്റെ. ഞങ്ങൾ ശരിക്കും പ്രൗഡാണ് അങ്ങനെ ഒരു രീതി ഞങ്ങൾക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിലൊരു പാട്ട് നമ്മുടെ സൂരജിന്റെ ക്രിയേഷൻ ആണ്, മാസ്റ്റർ മൈൻഡ് ആണ്. അതിന്റെ അവസാനം കേൾക്കുന്ന ഒരു പാട്ട്, അത് വേണേ പറഞ്ഞോളാം കുറച്ചുകൂടെ. അതായത് ഇപ്പൊ പ്രത്യേകിച്ച് മ്യൂസിക് സ്കോർ എന്ന് പറയുമ്പോൾ അത് സിനിമേനെ നമ്മൾ ഒന്നുകൂടെ എലിവേറ്റ് ചെയ്യണം. ആ ഒരു സിനിമയുടെ ഒരു ടെമ്പറേച്ചർ അല്ല, പാട്ടല്ല മുന്നിൽ നിൽക്കേണ്ടത്, പക്ഷെ പാട്ടാണ് സിനിമേനെ ഒന്നുകൂടെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഏത് ട്രാക്ക് അല്ല ഏത് പാട്ടാണെങ്കിലും നമ്മൾ തന്നെ ആ സിനിമയുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ മാച്ച് ചെയ്യാൻ നോക്കി. ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ബോത്ത് വേൾഡ്സ് കണക്ഷൻ, ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഇന്ത്യ, മെയിൻലി കേരള. അപ്പോൾ റോബിൻ പറഞ്ഞ ആ ഫേമസ് ലല്ലബായി ആണെങ്കിലും ലിറിക്സും മെലഡിയും ആ പഴയ പാട്ടിന്റെ ആണെങ്കിലും അതിന്റെ പുറകിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റൽസ് ഇത്രയും കൂടെ നമ്മളൊരു മോഡേൺ ടച്ച് കൊടുക്കാൻ നോക്കി. അപ്പോൾ ഏത് പാട്ടാണെങ്കിലും ആ ഒരു ഡുവാലിറ്റി എലമെന്റ് കൊടുക്കാൻ നോക്കി നമ്മള്. കാരണം സിനിമയിലും അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് രണ്ട് ലോകങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഒന്നെങ്കിൽ ബ്രിഡ്ജ് അല്ലെ ഡിസ്കണക്ട്, അത് നമ്മൾ പാട്ടും കൊണ്ട് നമ്മൾ ഒന്നുകൂടെ എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് ഇതിന്റെ മെയിൻ തോട്ട്സ്. സാറ്റിസ്ഫൈഡ് ആണോ? അതിപ്പോ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഒരു 100% സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ നോക്കിയിട്ട് അതാണ്, ആരെങ്കിലും 100% ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുവാണെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ് അവിടെ മിക്കവാറും നിന്ന് കാണുമായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യമുണ്ട്. ആ തരത്തിലല്ല. ഇപ്പൊ നമ്മള് ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സീനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പൊ ഇത് മൊത്തത്തിൽ വരുമ്പോൾ അതുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ആദ്യം റോ സീൻസ് കാണുമ്പോൾ അത് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല, മ്യൂസിക് ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ ഒരു ആറ്റ്മോസ്ഫിയർ നമ്മളത് ശരിയായിട്ടാണോ നമ്മളത് ക്യാപ്ചർ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഫൈനൽ വെർഷൻ ആ മ്യൂസിക്കുമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ആ സീനിന്റെ ഫുൾ നമുക്ക് മനസ്സിലാകുന്നത്. ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അവിടെ നമ്മൾ പറഞ്ഞ ഈ അലൻ ഫസ്റ്റ് ക്ലാസ് വർക്ക് പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഇത് മൊത്തം ബഡ്ജറ്റ് ഇട്ടപ്പോ തന്നെ അതിൽ ഒതുങ്ങിയോ, അതോ കുറച്ച് വേണ്ടി വന്നുള്ളൂ, അതോ കൂടുതലായിട്ട് വേണ്ടി വന്നു? സാധാരണഗതിക്ക് എപ്പോഴും കൂടി വരുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങള് അഭിനേതാക്കളും എല്ലാവരും
പുറത്തുനിന്ന് അധികം പേരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഉള്ളിൽ തന്നെ ഇന്റേണലായിട്ട് എല്ലാവരും കൈകാര്യം ചെയ്തുകൊണ്ട് ബഡ്ജറ്റും അതിൽ ഒതുങ്ങി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒതുങ്ങിയില്ല, എക്സീഡ് ചെയ്തു. പക്ഷെ അത് ഒന്ന് രണ്ട് കാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നുകൊണ്ടും ചില കാര്യങ്ങളൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ചിലപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ചതിനേക്കാളും കൂടുതൽ ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു ഷൂട്ടിന്, ഇനീഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാളും. പിന്നെ വേറൊരു സംഭവം ഇതിനകത്ത്, ഞങ്ങളൊക്കെ കുറച്ചുപേര് വേറെ കോർപ്പറേറ്റ് ജോബ്സിലൊക്കെ ആണ്, ഞങ്ങൾക്ക് അല്ലാതെയും വരുമാനമുണ്ട്. ഈ സിനിമ മേഖല വർക്ക് ചെയ്യുന്നവർക്ക്, സ്വിസ് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇത് ഈ പാർട്ട് ഓഫ് ദ ക്രൂ ആയിരുന്നവർക്ക്, ചിലവർക്ക് ഒരു ഇതിന്റെ അവരുടെ വർക്കിനുള്ള ശമ്പളം എന്നുള്ള അവരുടെ തൊഴിലിന്റെ ഭാഗമല്ലേ, അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അത് തന്നെ. പക്ഷെ അത് എല്ലാരും ചോദിച്ചിട്ടുമില്ല. എല്ലാവർക്കും ചിലവർക്ക് അത് അവരുടെ ആ ഒരു പ്രയത്നത്തിന് അറിഞ്ഞു കേട്ട് കൊടുത്ത് അല്ലെ അറിഞ്ഞു കണ്ടു പറ്റുന്ന പോലെ ഞങ്ങൾക്ക് കൊടുക്കാൻ നോക്കി. കാരണം ശരിയാണ്, ഇതിലൊരു 80-90% ആൾക്കാർ ഫ്രീ ഓഫ് ചാർജ് എന്നുള്ള രീതിയിൽ തന്നെ സിനിമയുടെ ഒരു ഭാഗമാകാൻ തന്നെ ഒത്തിരി പേര് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത. പക്ഷെ എന്നാലും നമുക്ക് പ്രൊഡക്ഷൻ, നമുക്ക് ഓരോ ദിവസങ്ങൾ കൂടുന്ന അനുസരിച്ച് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ദിവസങ്ങൾ കൂടിയതിന്റെ ഭാഗമായിട്ടും കോസ്റ്റുകൾ കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാൻ മേലാത്ത മേഖലയായിരുന്നു എങ്ങനെയാണ് പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് കടക്കുമ്പോൾ എന്തുമാത്രം ചെലവാകുന്നു, മ്യൂസിക്കുകള് അത് ഇതെല്ലാം വരുമ്പോൾ സൗണ്ട് മിക്സിങ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് ഇരുന്ന് ഒരു 2 മാസം കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ തീർക്കുന്ന ഒരു സ്റ്റേജിലല്ലായിരുന്നു ഞങ്ങള്. അത് കാരണം അത് ഓൾമോസ്റ്റ് 1 ഇയറിലോട്ട് സ്ട്രെച്ച് ചെയ്തു. കാരണം ഞങ്ങൾക്ക് സമയം കിട്ടണമായിരുന്നു ഇതിന്. ഞങ്ങളെല്ലാം അത് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലും സൈൻ ഓഫ് ചെയ്യണം, റിവ്യൂ ചെയ്യണം, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഞങ്ങൾക്ക് സമയം കൂടുതലെടുത്തതിന്റെ ഇതായിട്ട് കോസ്റ്റ് കൂടി. പക്ഷെ സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ എന്റെ കൂടെയുള്ള പ്രൊഡക്ഷൻ സ്റ്റഡി സൂരജും ബാക്കി 2 കൂട്ടുകാരും ജോജിയും തന്തോണിച്ചിറ നിതിൻ മാത്യൂസ്, ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചാണ് ഇതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നോക്കിയത്. ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ അത് ഞങ്ങൾക്ക് ഓക്കെ ആയിരിക്കുന്ന ഇതിന്റെ ഒരു എൻഡ് ഓഫ് ദ റൺ ഞങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും. എന്നാലും അതൊരു പറഞ്ഞ പോലെ അതൊരു സക്സസ് ഫീലിംഗ് എല്ലാ ദിവസവും ആയിരുന്നു. എല്ലാ ദിവസവും പഠിച്ചു ഒത്തിരി കാര്യങ്ങള്. ഇതിന്റെ ഒരു കമേഴ്ഷ്യൽ തോട്ട്, അതായത് വാണിജ്യ ബുദ്ധി നോക്കിയല്ല ഈ സിനിമയുടെ മുന്നിൽ വന്നത്. ഇത് കൊമേഴ്ഷ്യൽ ഫിലിമായിട്ടല്ലല്ലോ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു ബഡ്ജറ്റിൽ തന്നെ ചെയ്യാനായിരുന്നു. പക്ഷെ അത് കുറച്ച് കൂടി. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. കുഴപ്പമില്ലായിരിക്കുമെന്ന് ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാ അല്ല, നമ്മുടെ സിനിമ എന്ന് പറയുമ്പം അതിനകത്ത് മിക്കപ്പോഴും ഒരു സന്ദേശം ഉൾക്കൊള്ളിച്ചാണ്. ഇപ്പം നമ്മുടെ ശ്രീനിവാസന്റെ ഒക്കെ പടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെപ്പോഴും ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു സന്ദേശം നിങ്ങൾ ഇതിനകത്തൂടെ ഇപ്പൊ ഈ ത്രിലോക എന്നുള്ള ആ പേരിൽ കൂടെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പറഞ്ഞല്ലോ, പിന്നെ ജനറേഷൻ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സ് ആണ് പറഞ്ഞല്ലോ. അപ്പൊ അത് ആ ഒരു സന്ദേശം അതിന്റെ എല്ലാ വിധത്തിലുള്ള ഒരു പ്രസരിപ്പും അതുപോലെ തന്നെ അത് എല്ലാവരിലും നന്നായിട്ടത് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം കൂടുതൽ ആളുകൾ, അതായത് ഒരു 2ാം തലമുറ ചെയ്യുന്ന ഒരു സിനിമ എന്നതിലുപരി ഒരു വലിയ കൂട്ടായ്മയുടെ പ്രവർത്തനം, ഒരു എന്താ പറയുന്ന ഒരു കലാപരമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലൂടെ പുതിയ സിനിമകൾ ഇനിയും ഇതുപോലെ നല്ല പേരിലും അതുപോലെ തന്നെ നല്ല സന്ദേശവുമായിട്ട് നമ്മുടെ യൂറോപ്പിൽ മാത്രമല്ല ലോകം മുഴുവൻ ഏറ്റെടുക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ഈ ഒരു സംരംഭം വളരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇനിയും സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടോ നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ ഒരു ഫേസ് ടു ഫേസ്, അതായത് മുഖാമുഖം പരിപാടി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. വൻ വിജയത്തോടുകൂടി നിങ്ങളുടെ ആദ്യത്തെ ചുവടുവയ്പും ആദ്യത്തെ സിനിമയും വളരട്ടെ, പൂത്തുലയട്ടെ എന്ന്, വസന്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.